ബദ്രികാശ്രമത്തിൽ നിന്നും ജന്മം കൊണ്ട് പിൽക്കാലത്ത് ദേവരാജൻ ഇന്ദ്രൻ്റെ സദസ്സ് അടക്കിമാണ സൗന്ദര്യ തേജസ്സാർന്ന മനം മയക്കുന്ന അപ്സരസായ ഒരുവളുടെ നാമം ഉർവശി. അപ്സരസുകളിൽ ഏറ്റവും സുന്ദരിയായ ഉർവശി ജന്മം കൊണ്ടത് ഇപ്രകാരമാകുന്നു. മഹാഋഷികളും ദേവന്മാരുമാകുന്ന നരനാരായണന്മാർ ജന്മം കൊണ്ടത് നരനാരായണ പർവ്വതത്തിലാകുന്നു. നരനാരായണ പർവ്വതത്തിന് സമീപമായ പുണ്യഭൂമിയാകുന്നു ബദ്രികാശ്രമം. അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നരനാരായണന്മാർ. അവരുടെ തപസ് ഓരോ ദിനവും ഘോരമായിക്കൊണ്ടിരുന്നു. ജലപാനം പോലും സേവിക്കാതെ ഉള്ള തപസ്സിൽ ഇന്ദ്രദേവൻ അതൃപ്തനുമായിരുന്നു, കൂടാതെ പരിഭ്രാന്തനുമായിരുന്നു. തപസ്സിലൂടെ ശക്തി ആർജിച്ച് ദേവലോകം കീഴടക്കുമോ, തനിക്ക് ദേവലോകവും ദേവരാജ പദവിയും നഷ്ടമാകുമോ എന്ന ഭയമായിരുന്നു ഇന്ദ്രന്. എന്നാൽ ഇവരുടെ തപസ് മുടക്കുക എന്ന കുബുദ്ധിയിൽ ദേവേന്ദ്രന് മുൻപിൽ തെളിഞ്ഞ മാർഗമായിരുന്നു അപ്സരസുകൾ. അതുപ്രകാരം ദേവരാജൻ ഒരു കൂട്ടം അപ്സര സ്ത്രീകളെ നരനാരായണന്മാർ കഴിയുന്ന ബദ്രികാശ്രമത്തിലേക്ക് അയച്ചു. അവിടെ അവരുടെ ഏവരുടെയും അംഗലാവണ്യം കാണിച്ച് നരനാരായണന്മാരെ വശീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ എത്തി അപ്സര സ്ത്രീകൾ. എന്നാൽ ഇത് കണ്ട് കോപിതനായ നാരായണ മഹർഷി തൻ്റെ തുടയിൽ നിന്നും അതിസുന്ദരിയായ ഒരു കന്യകയെ സൃഷ്ടിച്ചു. സുന്ദരവദനത്തോടു കൂടിയും ശരീരവടിവോടു കൂടിയുമുള്ള എന്നുവേണ്ട വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയുന്നതിലുമുപരിയായ ആ കന്യകയുടെ സൗന്ദര്യത്തിൽ അപ്സരസുകളും അപ്സരസുകളുടെ സൗന്ദര്യത്തിൽ ഇന്ദ്രനുമുള്ള അഹങ്കാരം തീർക്കുന്നതിനായി നാരായണ മഹർഷിയുടെ ഉരുവിൽ നിന്നും അഥവാ തുടയിൽ നിന്നും ജന്മമെടുത്തവളാകിയാൽ തന്നെ അവൾക്ക് ഉർവശി എന്ന് നാമമാകുന്നു. നാരായണ മഹർഷിയുടെ ഈ പ്രവൃത്തിയിൽ ദേവരാജൻ വിഷണനായി. തൻ്റെ ഭാഗത്ത് സംഭവിച്ച തെറ്റിൽ ദേവേന്ദ്രൻ മഹർഷിയോട് മാപ്പപേക്ഷിച്ചു. ഇന്ദ്രൻ്റെ ക്ഷമാപണത്തിൽ മനസ്സലിഞ്ഞ ഋഷി ഉർവശിയെ ഇന്ദ്രന് ദാനമായി നൽകി. അങ്ങനെ കഴിയും കാലം ഒരിക്കൽ ഉർവശിയുടെ അംഗലാവണ്യം കണ്ട് കേശി എന്ന അസുരൻ ഉർവശിയെ അപഹരിച്ചു. എന്നാൽ മുനിശ്രേഷ്ഠനായ ബൃഹസ്പതി, താര എന്നിവരുടെ പുത്രനായ ചന്ദ്രൻ്റെ പുത്രനായ ബുധന് ഇളയിൽ പിറന്ന സുപുത്രനാകുന്നു പുരൂരവസ്. പുരൂരവസ് ഉർവശിയെ കേശിയിൽ നിന്നും രക്ഷിക്കുകയും അവർ തമ്മിൽ കണ്ട മാത്രയിൽ അനുരക്തരാകുകയും ചെയ്തു. അങ്ങനെ കഴിയും കാലം ദേവരാജധാനിയിൽ ലക്ഷ്മി സ്വയംവര നൃത്തം പാടിയാടും വേളയിൽ ഉർവശി സദാ പുരൂരവസിനെ നിനച്ചു. വിഷ്ണു എന്ന് ചൊല്ലുന്നതിന് പകരമായി പുരൂരവസ് എന്ന് നാവു പിഴച്ചു. അതിൽ കുപിതനായ ഭരതമുനി ഉർവശിയെ ശപിച്ചു. നീയൊരു മനുഷ്യശ്രീയായി മാറട്ടെ എന്നതായിരുന്നു ഉർവശിക്ക് ലഭിച്ച ശാപം. അവൾ ആ ശാപത്തിൽ സന്തോഷവതിയായി. പുരൂരവസിൻ്റെ പത്നിയായി തനിക്ക് കഴിയാനാകുമല്ലോ എന്ന് അവൾ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഉർവശി പുരൂരവസിൻ്റെ പത്നിയായി തീർന്നു. എന്നാൽ പുരൂരവസിനോട് ഉർവശി ചില നിബന്ധനകൾ വെച്ചു. താൻ പുത്രതുല്യനായി കാണുന്ന 2 അജങ്ങൾ തന്നോടുകൂടി സദാ ഉണ്ടാകുമെന്നും നെയ് ചേർന്ന ഭക്ഷണപാനീയങ്ങളല്ലാതെ മറ്റൊന്നും താൻ കഴിക്കുകയില്ല എന്നും, കൂടാതെ രതിക്രീഡയിൽ ഏർപ്പെടുന്ന കാലത്തല്ലാതെ പുരൂരവസിൻ്റെ നഗ്നത താൻ ദർശിക്കുകയില്ല എന്നും ആയിരുന്നു. അതേപ്രകാരം എല്ലാം തന്നെ ജീവിച്ചു. എന്നാൽ ആ കാലത്ത് ദേവലോകത്ത് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കേണ്ടിയിരുന്ന ഉർവശിയുടെ ഉത്തരവാദിത്വത്തിന് കീഴിലുള്ള പല കാര്യങ്ങളും താളം തെറ്റി. അക്കാരണത്താൽ തന്നെ ഉർവശിക്ക് ദേവലോകത്തേക്ക് തിരികെ പോവേണ്ടതായും വന്നു. എന്നാൽ അവിടെ എത്തിയിട്ടും അവളുടെ ചിന്തയിൽ പുരൂരവസായിരുന്നു. സദാ വിരഹദുഃഖത്താൽ അശ്രു പൊഴിച്ചുകൊണ്ടിരുന്ന ഉർവശിയുടെ അവസ്ഥ കണ്ട് ദേവന്മാരും ദുഃഖിതരായി. അവരൊരു തീരുമാനമെടുത്തു. പുരൂരവസിനെ ഒരു ഗന്ധർവനാക്കിക്കൊണ്ട് ദേവലോകത്ത് വസിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ തീരുമാനം. അതുപ്രകാരം
അദ്ദേഹത്തെ ദേവന്മാർ ഗന്ധർവനായി ദേവലോകത്തെത്തിച്ചു. അവിടെ പുരൂരവസും ഉർവശിയും സുഖമായി ജീവിച്ചു.